ഹെവൻസ്. അപ്പം മമ്മൂട്ടി ഫാൻസിന് ഇന്ന് ഡബിൾ ട്രീറ്റ് ആണ്. രാവിലെ ഒരു 1.5 ക്യാമിയോ കഴിഞ്ഞ് സംഭവം കത്തിച്ചിട്ട് നിൽക്കുകയാണ്. ഇപ്പതാ രാത്രി ഇനി അടുത്ത 2024 തുടക്കം തന്നെ ഞെട്ടിച്ചുകൊണ്ടുള്ളൊരു സാധനം വരാൻ പോവാണ്. ഭ്രമയുഗം ദ ഏജ് ഓഫ് മാഡ്നസിന്റെ ടീസർ. അപ്പോൾ ഇതിന്റെ ഓരോ പോസ്റ്ററും അതുപോലെ തന്നെ ഓരോ ഫാൻ മെയ്ഡ് സാധനം എല്ലാം ഇറങ്ങുമ്പോൾ ആൾക്കാരൊക്കെ എൻ്റെ പൊന്നെ ഒരു രക്ഷയില്ലാത്ത ഈ അടുത്ത് ഇത്ര ഹൈപ്പ് കയറിയ വേറെ സിനിമ നടത്തില്ലെന്നല്ലേ. അതന്നെ ഫുള്ള് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണെന്നോ പുള്ളി സൈക്കോ ആണെന്നോ അതുപോലെ തന്നെ നമ്മുടെ വിധേയനിലെ ക്യാരക്ടറുമായിട്ട് അങ്ങനെ കുറെ സാധനമൊക്കെ പറഞ്ഞു. എന്തായാലും 2 മിനിറ്റുള്ള ടീസർ ഒരു കിടിലൻ സാധനം കിട്ടിയിട്ടുണ്ട്. നമുക്കൊന്ന് കണ്ടു നോക്കാം. ഓക്കെ, വളരെ കാലത്തിന് ശേഷം ഒരു അതിഥി എത്തുന്ന മഹത്തായ ദിവസം. എന്റെ മനക്കിലേക്ക് സ്വാഗതം. യെസ്, വളരെ കാലങ്ങൾക്ക് ശേഷം വീണ്ടും അതിഥിയായിട്ട് മമ്മൂക്കയുടെ ഒരു 1.5 സാധനം തന്നെ ആയിരിക്കും. കുറച്ച് സമയമുള്ളൂ. നമ്മുടെ അർജുൻ അശോകൻ കുറച്ച് മുമ്പ് രാവിലെ ഓസ്ലറിലും അത്യാവശ്യം നല്ല രീതിയിൽ കിടിലൻ റോളായിരുന്നു. അപ്പൊ അർജുൻ അശോകനും സിദ്ധാർത്ഥ് ഭരതനും ചുരുളി പറയാനുള്ള മെയിൻ ആ പുള്ളിയുടെ ലുക്ക്. പുള്ളി എങ്ങനെയാണ് ലുക്ക് ഞെട്ടിക്കുന്നത്. നീ ആ അപ്പൂപ്പന്റെ വേഷം കണ്ടായിരുന്നു? ആ മുടിയൊക്കെ ബാക്കിലോട്ട് ചീവി താടിയൊക്കെ നരപ്പിച്ച് ഇതുവരെ കാണാത്തൊരു ലുക്കിലാണ്. മമ്മൂട്ടിയല്ലേ ഈ ടീസറിലെ 4 ക്യാരക്ടേഴ്സ് വെറും 4 ക്യാരക്ടേഴ്സ് ഉള്ളൂ. അങ്ങനെ ഒരു സാധനം കേട്ടു. ഈ സിനിമയിൽ ആകെ 4-5 ക്യാരക്ടർ എന്തോ ഉള്ളതാണ് പറഞ്ഞത്. അപ്പോൾ മറ്റേ ചുരുളി പോലൊരു സ്ഥലം ഫീൽ ചെയ്തു ഇങ്ങനെ. ചുരുളി പോലല്ല, പണ്ടത്തെ ഒരു കാവ് അങ്ങനത്തെ ഒരു സംഭവമാണ് ഫീൽ ചെയ്തത്. അപ്പോൾ സാധനം നോർമൽ സിനിമയാണ്. നോർമൽ സിനിമാറ്റിക് റേഷ്യോ അല്ല, മറ്റേ 16:9 റേഷ്യോ വെച്ചിട്ടുള്ള ആ സംഭവമാണ്. നമ്മുടെ ഫാമിലി സിനിമ ഉണ്ടല്ലേ, ഫാമിലി 2 സൈഡ് ക്രോപ്പ് ആയിട്ടായിരിക്കും കാണുന്നത്. സ്ക്വയർ ആയിരുന്നു ഇത്. സ്ക്വയർ അല്ല, 16:9 റേഷ്യോ. ഫാമിലി ഉണ്ടല്ലേ, ആ റേഷ്യോ ആയിരിക്കും. പക്ഷേ ഇത് സംഭവം എന്താണ്, പുള്ളി ദ ഏജ് ഓഫ് മാഡ്നസ് വയസ്സാങ്കാലത്തുള്ള പ്രാന്താണ് ഉദ്ദേശിക്കുന്നത്. വയസ്സാങ്കാലത്തെ പുള്ളിയുടെ ഓരോരോ. അപ്പൊ ഒരു 2 മിനിറ്റ് സാധനമാണ്. അതിന്റെ ഒരു ബീജിയം ഫസ്റ്റ് നമ്മുടെ അർജുൻ അശോകൻ നടന്നിരുന്ന സീനാണ്. എനിക്ക് ആദ്യം കണ്ടപ്പോൾ ഹരിശ്രീ അശോകൻ നടന്നിരുന്നൊക്കെ തോന്നിയത്. താടി മാത്രം വെച്ച് പുള്ളിയെ റിസംബിൾ ചെയ്യുന്നുണ്ട്. അപ്പൊ എന്തായാലും ആ ബീജിയമും മമ്മൂക്കയുടെ സൗണ്ട് മോഡുലേഷൻ. ടീച്ചർ നമുക്ക് പിടിയിട്ടെന്ന് വെച്ചാൽ അവരുടെ മനയിലേക്ക് ഇവര് വരുന്നതായിട്ടാണ് നമുക്ക് പറഞ്ഞു വെക്കുന്നത് ടീച്ചറിനകത്ത്. മമ്മൂട്ടി ഇല്ലത്തേക്ക് 2 പേര് വരുന്നത്. എന്നിട്ട് ലാസ്റ്റ് പറഞ്ഞ് നമുക്ക് ഇവിടുന്ന് പോവാം, നമ്മുടെ ജീവൻ തന്നെ അപകടം എന്നൊക്കെ പറയുന്നത്. അപ്പൊ ഇതായിരിക്കും ഇതിന്റെ ഒരു മെയിൻ പ്ലോട്ട്. അവിടെ നടക്കുന്ന സംഭവങ്ങളൊക്കെ ആയിരിക്കും. ചെറിയ സൈക്കോ ആയിരിക്കും, വലിയ സൈക്കോ ആയിരിക്കും. ഈ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഇട്ടുണ്ട്, ആ ഒരു ഇന്റൻസ് ഫീൽ ചെയ്യുന്നുണ്ട്. ശരിയാണ്, പണ്ടത്തെ. പക്ഷെ നമുക്ക് കളർ ടൂണോ മറ്റേ റെട്രോ ഒക്കെ ആഡ് ചെയ്യുന്നെങ്കിൽ നമുക്ക് അത്രയും ഫീൽ കിട്ടത്തില്ല. ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണെന്ന് കുറച്ചൊരു ഫീൽ കിട്ടുന്നില്ല. എന്താണ് ഇതുണ്ട്, എക്സ്പെക്ടേഷൻ ഉണ്ട്. എക്സ്പെക്ടേഷൻ ഉണ്ട് അത്. അപ്പൊ എന്തായാലും അതെ, വെയിറ്റ് ചെയ്യാം ദ ഏജ് ഓഫ് മാഡ്നസിനായിട്ട്. ഇനി കാണപ്പോവത്